പ്രിയങ്ക. ഞാൻ കോട്ടയം ജില്ലയിലെ പാലാ രൂപതയിലെ സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് വിളക്കപ്പാട ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 ജൂൺ 6 അന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, അന്ന് ഞാൻ OET പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടുത്തെ കുറേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുവാനായിട്ട് വരുന്നത്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തു. 1 വർഷക്കാലത്തോളം ഞാനത് ഉടമ്പടി നല്ല രീതിയിൽ കൊണ്ടുപോയി. പക്ഷേ അതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തു. പക്ഷേ അപ്പോഴൊന്നും ഞാൻ പാസ്സായില്ല. ഒന്നെങ്കിൽ 2 സബ്ജക്റ്റ് കിട്ടും, അല്ലെങ്കിൽ ബാക്കി ഫെയിലാവും. അങ്ങനെ 3 പ്രാവശ്യത്തോളം ഞാൻ OET എഴുതി. ലാസ്റ്റ് ഞാൻ അവസാനം മാർച്ച് മാസത്തോടെ ആയപ്പോഴത്തേക്കും കൊറോണ വന്നു. അതോടെ ഞാൻ വീണ്ടും ഇവിടെ വരാതെ ആയി. പിന്നെ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തില്ല. ഉടമ്പടിയോട് തന്നെ എല്ലാത്തിനോടും ഒരു മടുപ്പായിരുന്നു. പിന്നെ പരീക്ഷ എഴുതാൻ തോന്നാറില്ല, പഠിക്കാൻ തോന്നിയില്ല, എന്തിനോട് മടുപ്പായിരുന്ന സമയത്ത് വീണ്ടും ഒരു മാൾട്ടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിന് പാസ്സായി. അപ്പോൾ ഈ ചെറിയ സ്കോർ വെച്ച് അവിടെ പോകാമെന്ന് മനസ്സിലായി. അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി നിൽക്കുമ്പം എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നില്ല. അപ്പം അതിന് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാനങ്ങനെ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വോളണ്ടിയറായിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അവിടെ എക്സ്പീരിയൻസിന് വേണ്ടി പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മാതാവ് നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ ഏകദേശം 500-ൽ പരം പേഷ്യൻസ് ഉണ്ട്. അവരൊരു 80% വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് മാനസിക രോഗികളാണ്. അത് മറ്റുള്ളവരെ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. അതുപോലെ തീരെ അവശരായി കിടക്കുന്ന എല്ലാവരും ഉപേക്ഷിച്ചവർ, അല്ലെങ്കിൽ പോലീസുകാർ കൊണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ ഭിക്ഷാടനം ചെയ്ത് നടക്കുന്ന ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 3 മാസക്കാലത്തോളം ഞാൻ ആദ്യം അവിടെ വോളണ്ടിയറായിട്ട് ജോലി ചെയ്തു. ശേഷം അവിടെ ഉള്ളവർ പറഞ്ഞ് സ്റ്റാഫായിട്ട് ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ജോലി ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ട സമയത്ത് ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ കൂടി ഞാൻ ഇടയ്ക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാനിവിടെ വരാറുണ്ടായിരുന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം അവിടെയുള്ളവർ നിർബന്ധിച്ചെന്ന് പല വീണ്ടും ഞാൻ എക്സാം IELTS ഒക്കെ എഴുതി. അതും എഴുതിയിട്ട് പിന്നെ അതും കിട്ടിയില്ലായിരുന്നു. വീണ്ടും ഞാൻ എക്സാമിന് മുന്നേ 1 പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി എഴുതിയത് പാസ്സായി. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് അപ്പോഴും ചിന്തിക്കുന്നില്ല. ഇടയ്ക്ക് വരും, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും, അല്ലാതെ ഉടമ്പടിയെക്കുറിച്ച് അപ്പോഴൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ എനിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു NHS ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റാഫായിട്ട് കയറണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ഇൻ്റർവ്യൂസ് വന്നു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. അതെല്ലാം ഓൺലൈനായിട്ടുള്ള കുറേ വന്നു. പക്ഷേ നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ പേടിയായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ലെങ്കിൽ നെറ്റ് എന്തെങ്കിലും പ്രോബ്ലം വരും, അവർ പറയുന്നത് മനസ്സിലാകത്തില്ല. അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ CBT എക്സാം എഴുതി. ആ CBT എക്സാം എഴുതി ഫസ്റ്റ് പാർട്ട് എല്ലാം നല്ല എളുപ്പമായിട്ട് ഫുൾ മാർക്കുണ്ടായിരുന്നു. പക്ഷേ 2ാമത്തെ പാർട്ടിലോട്ട് ചെന്നപ്പോൾ അത് ഫെയിലായിപ്പോയി. അങ്ങനെ വീണ്ടും ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പേടിയാണ്, പാസ്സാകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് എനിക്ക് പ്രത്യേകിച്ച് പ്ലാനിങ്ങൊന്നുമില്ല. പെട്ടെന്ന് ഇങ്ങനെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൊന്ത ചെല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി നാളെ പോയി എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന് തോന്നി. എന്നാൽ ഉടമ്പടി എടുക്കണമെന്ന് മനസ്സിലില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ജസ്റ്റ് കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ആ സമയത്ത് ഇവിടെ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ക്യൂ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇവരോട് ചോദിച്ചു നോക്കി എങ്ങനെയാണ് അവിടെ ഉടമ്പടി എടുക്കുന്നത്, ഇന്ന് ഉടമ്പടി എടുക്കുന്ന ദിവസമാണോ? അപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് ഇപ്പം 2nd ആയിട്ടുള്ള പാർട്ട് ആൾക്കാർ ഇപ്പോൾ കയറുന്നേ ഉള്ളൂ, ഉടമ്പടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവിടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ കുറി വിട്ടപ്പോൾ എനിക്ക് മാതാവിന് ഇങ്ങനെ മണി അടിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു. മണി അടിച്ചുകൊണ്ട് മാതാവിനെ ആനയിച്ചുകൊണ്ട് വരാനുള്ള അനുഗ്രഹം ലഭിച്ചു. അപ്പോൾ ഞാൻ ഈ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു മാതാവിനെ മണി അടിച്ച് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണോ മണി കിട്ടിയെന്ന് ചോദിച്ചു.
അങ്ങനെ മുന്നോട്ട് അങ്ങനെ ഉടമ്പടി എടുത്ത് ആ നിമിഷം തൊട്ട് ഭയങ്കര മനസ്സിലൊരു ധൈര്യമായിരുന്നു. അതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി. 2 ദിവസത്തിന് ശേഷം വീണ്ടും ഞാൻ ഹോൾ ടിക്കറ്റ് പിന്നീട് ഞാൻ അന്ന് ഉടമ്പടി എടുത്ത ദിവസം എന്ന് പറയുന്നത് ജൂൺ 23-ാം തീയതി 2023 ജൂൺ 23-നാണ്. അതിനുശേഷം വീണ്ടും പോയി ജൂൺ 26-ാം തീയതി വീണ്ടും തിരിച്ചു വന്നു. അന്ന് ചുമ്മാ ജസ്റ്റ് അച്ഛനെ കാണാൻ പറ്റുമെങ്കിൽ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വരുന്ന സമയത്ത് തന്നെ ഇവിടെ വിളിച്ചുകൊണ്ടിരുന്നത് എക്സാമിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾ കയറി വരാൻ പറഞ്ഞ് ഞാൻ അവിടെ ഓഫീസിൻ്റെ അവിടെ വിളിച്ചത്. ഞാൻ അപ്പോൾ തന്നെ ചെന്ന് എൻ്റെ ഹോൾ ടിക്കറ്റ് പാസ്പോർട്ടെല്ലാം കൊടുത്തു. അങ്ങനെ ഒന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛനൊരു കാശ് രൂപം തന്നു. അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മുൻപ് എന്ത് പഠിച്ചോ അത് തന്നെ സെയിം തന്നെയാണ് ഇപ്പോഴും രണ്ടാമത് എക്സാം എഴുതിയപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത്. അത് കൂടുതലായിട്ടൊന്നും പഠിച്ചില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഇതേ അറിയുള്ളൂ, ഇത് കൂടുതൽ എനിക്ക് അറിയില്ല. അത് വെച്ച് മാത്രമാണ് ഞാൻ പഠിച്ചത്. പക്ഷേ ആകെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത് മാതാവ് കൂടുതലുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ആ കാശ് രൂപ എപ്പോഴും എൻ്റെ കൂടുതലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും എൻ്റെ കൊച്ചിനാണെങ്കിലും നല്ല വിശ്വാസമായിരുന്നു. ഞാൻ എപ്പോഴും അവരോട് പറയുമ്പോൾ എൻ്റെ കൊച്ചനോട് പറഞ്ഞിട്ടുണ്ട്, മാതാവ് അമ്മ എവിടെ പോയാലും കൂടുതൽ വരില്ല, പിന്നെ എന്തിനാ അമ്മ പേടിക്കുന്നത്, അമ്മ പോയി പരീക്ഷ എഴുതിക്കോ, എപ്പോഴും മാതാവ് കൂടുതലുണ്ടല്ലോ. അവൻ പോലും എന്നും ഞങ്ങൾ അന്ന് തൊട്ട് എന്നും കുരിശ് വരയ്ക്കുമ്പോൾ ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരും കൂടത്തിലായിരുന്നു എൻ്റെ കൂടത്തി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് രാവിലെ അവൻ സ്കൂളിൽ പോകുന്ന സമയത്തൊന്നും ഞാൻ മറന്നുപോയാൽ പോലും ചോദിച്ചിട്ട് എന്നും എണ്ണ തേപ്പിക്കും, തേൻ ഒഴിച്ചുകൊണ്ടേ സ്കൂളിൽ പോകത്തുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരുന്നു. ഞാൻ പിന്നെ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ജൂലൈ 4-ാം തീയതി CBT എക്സാമിന് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എക്സാം B പാർട്ട് തന്നെ, A പാർട്ട് കിട്ടിയതുകൊണ്ട് B പാർട്ട് എഴുതിയാൽ മതിയായിരുന്നു. B പാർട്ട് അറ്റൻഡ് ചെയ്തു. 1 തൊട്ട് 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതാണ്. ഞാൻ ചെന്ന ഉടനെ തന്നെ ചെയ്ത കാര്യം, ഇവിടുന്ന് ഞാൻ കയറുന്നതിന് മുന്നേ തേൻ വായിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, നെറ്റിയിൽ എണ്ണ കൊണ്ട് കുരിശ് വരച്ചിട്ടുണ്ടായിരുന്നു. ശേഷം എൻ്റെ കൈ 2 കാശുരൂപമുണ്ട്. ഒന്ന് നമ്മുടെ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു, ഒന്ന് അച്ഛൻ തന്ന കാശുരൂപം ഉണ്ടായിരുന്നു. ആ 2 കാശുരൂപം വെച്ച് ഞാൻ CBT എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് അതിൻ്റെ കീബോർഡിൽ ഫുൾ ഞാനിങ്ങനെ ആദ്യമേ ഈ കാശുരൂപം വെച്ച് എല്ലായിടത്തും കുരിശ് വരച്ചു. ആ ഒരു കൈ പിടിച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കൂടുതൽ കാശുരൂപമുണ്ട്. ഒരു കൈ കീബോർഡിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. സിസ്റ്റത്തിൽ ഇങ്ങനെ കുരിശ് വരച്ചു. അതിനുശേഷമാണ് എല്ലാത്തിനും ഞാൻ ആൻസർ ചെയ്തത്. ഒരു ആൻസർ എന്നല്ല, എല്ലാ ആൻസറും ഞാൻ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് എൻ്റെ CBTയുടെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ 100 ക്വസ്റ്റ്യൻ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ചെയ്തത് ശരിയാണെന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ആ എക്സാം പാസ്സായി. അതിനുശേഷം എനിക്ക് വേറെ ഒരു ഇൻ്റർവ്യൂ വന്നു. പക്ഷെ ആ പോകുന്ന ടൈമിൽ ഞാനിപ്പോൾ ഒരു മാതാവ് എൻ്റെ മുന്നിലുള്ള പോലെ തോന്നി. പക്ഷെ ഞാനടുത്ത് ആ ഇൻ്റർവ്യൂ പാസ്സാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ആ ഇൻ്റർവ്യൂവിന് മുന്നേ അല്ല അച്ഛൻ്റെ ഈ വചനം കേട്ടിട്ടാണ് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പക്ഷേ എളുപ്പമാണെന്ന്, പക്ഷേ എനിക്കത് കിട്ടിയില്ല. പിന്നെ അവരൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു, അതിൻ്റെ ഒരു മാനേജിങ് ഡയറക്ടർ ഒരു ബ്രിട്ടൻകാരനാണ്. അപ്പോൾ സായിപ്പ് പറഞ്ഞു, വിഷമിക്കേണ്ട, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് പകുതി പേരും കിട്ടിയവരും ജോലിക്ക് അതിന് പോയില്ല. കാരണം വെച്ചാൽ കൂടുതൽ ലിവിങ് കോസ്റ്റ് ഉള്ളൊരു സ്ഥലമായിരുന്നത്. ഒരു പക്ഷേ ഞാനത് കിട്ടിയിരുന്നെങ്കിൽ വേറെ ഒന്നും ചൂസ് ചെയ്യാതെ നേരെ അങ്ങോട്ട് തന്നെ പോവുകയുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലാണ്. പേടിയായിരുന്നു ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഒത്തിരി പേര് ഉപദേശിച്ചു, ഇനി ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്താൽ മതി, ഓൺലൈനാകുമ്പോൾ പേടിയില്ല, എന്തിനു ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്ത് പാസ്സാകണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് മാതാവിനോട് പറഞ്ഞു. എനിക്ക് വീണ്ടും അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഒരു ഡേറ്റ് കിട്ടി. ഡയറക്റ്റായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അത് അന്നത്തെ ദിവസം പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ചുമയായിരുന്നു. എനിക്ക് ശ്വാസം മുട്ടൽ പോലത്തെ ഒരു ചുമ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് ചുമയ്ക്കുമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ഇൻ്റർവ്യൂ ഫസ്റ്റ് ഒരു 7 മണിയാകുമ്പം എറണാകുളം ചെല്ലണമെന്ന് പറഞ്ഞു. 7:30 ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ ഒരു റൈറ്റിംഗ് എക്സാം ഉണ്ടായിരുന്നു, അത് പാസ്സായി. അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത ആൾ ഞാനാണ്. ആ സമയത്ത് ഇൻ്റർവ്യൂ അവർ ക്വസ്റ്റ്യൻ ആൻസറെല്ലാം ചെയ്യാൻ പറ്റിയെങ്കിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം ചുമയായിരുന്നു. പക്ഷെ അവർ നല്ല സപ്പോർട്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അത് എൻ്റെ കഴിവ് കൊണ്ടല്ലാതെ CBT ആണെങ്കിലും ശരി,
ഇൻ്റർവ്യൂ ആണെങ്കിലും എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്ന് മാത്രമാണ് ഞാൻ പാസ്സായെന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് CBT പഠിച്ചിട്ടുള്ളൂ, 1, 2, 3 ആൻസർ കീ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ എല്ലാം ഞാൻ പാസ്സായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മാതാവ് തന്നത് ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.